നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഒരു സ്ഥലമുണ്ട്, മരണമില്ലാത്ത മോക്ഷം കിട്ടുന്ന ഒരേ ഒരു ഭൂമി. ആ സ്ഥലത്തെ ചിതാത്തി ഒരിക്കലും കെടുത്തിയിട്ടില്ല. ഇത് കഥയല്ല, സത്യമാണ്. ശിവന്റെ കാതിൽ നിന്നും വീണ മണിയുടെ ഭൂമിയാണ് മണികർണിക ഘട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യാത്ര ചെയ്യാം ആ ആത്മീയ അഗ്നിയിലേക്ക്. ഇന്ത്യയിലെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ വാരണാസി നഗരത്തിലെ ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യനദീ തീരങ്ങളിൽ ഏറ്റവും പവിത്രമായ ശ്മശാന സ്ഥലങ്ങളിൽ ഒന്നാണ്. ഹിന്ദുമതത്തിൽ മരണത്തെ ഒരാളുടെ കർമ്മഫലത്താൽ അടയാളപ്പെടുത്തിയ മറ്റൊരു ജീവിതത്തിലേക്കുള്ള കവാടമായി കണക്കാക്കുന്നു. ഒരു മനുഷ്യന്റെ ആത്മാവ് മോക്ഷം നേടുന്നുവെന്നും അതിനാൽ ഇവിടെ ദഹിക്കുമ്പോൾ പുനർജന്മ ചക്രം തകർക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. വാരണാസിയിലെ ഏറ്റവും പഴക്കം ചെന്ന ഘട്ടുകളിൽ ഒന്നാണ് മണികർണിക ഘട്ട്. 5-ാം നൂറ്റാണ്ടിലെ ഒരു ഗുപ്തലിഖിതത്തിൽ ഇത് പരാമർശിക്കപ്പെടുന്നു. മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയം വരും, പക്ഷേ ചില സ്ഥലങ്ങളിൽ മരണം സ്വർഗത്തിലേക്കുള്ള നടവഴിയാകും. ഇത്തരം ഭാഗ്യദായകമായ അതിഭക്തി നിറഞ്ഞ സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഒന്നു മാത്രം, അതാണ് മണികർണിക ഘട്ട്, കാശിയിലെ ശ്മശാനക്കാട്. പക്ഷേ ഇതൊരു സാധാരണ ശ്മശാനമല്ല. ഇതിന്റെ പിന്നിലുണ്ട് ദൈവത്തിന്റെ നഖത്തോളം തൊട്ടുവരുന്ന മഹാപുരാണം. പുരാണ പ്രകാരം പ്രജാപതി ദക്ഷൻ നടത്തിയ ഒരു യാഗത്തിൽ ശിവനെ അപമാനിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് മാതാ സതീദേവി ജീവൻ ബലിയർപ്പിച്ച് ശരീരം കത്തിച്ചപ്പോൾ ശിവൻ അവളുടെ കത്തുന്ന ശരീരം ഹിമാലയത്തിലേക്ക് കൊണ്ടുപോയി. ശിവന്റെ അവസാനിക്കാത്ത ദുഃഖം കണ്ട വിഷ്ണു ദിവ്യചക്രം അയച്ച് ശരീരം 51 ഭാഗങ്ങളായി മുറിച്ചു. തുടർന്ന് അത് ഭൂമിയിലേക്ക് വീണു. ഇവയെ ഏക്യവാൻ ശക്തിപീഠം എന്ന് വിളിക്കും. സതിയുടെ ശരീരം വീണെടുത്ത് ശിവൻ ശക്തിപീഠം സ്ഥാപിച്ചു. മാതാ സതിയുടെ കാതിലെ ആഭരണം വീണ സ്ഥലം പിന്നീട് മണികർണികയായി മാറി. മരണാനന്തരം ജീവിതം അവസാനിക്കുമോ? ഇക്കാര്യത്തിൽ മണികർണിക ഒരു വ്യത്യസ്ത ദൃശ്യമാണ്. ഇവിടെ ചരമ വഴി പോക്കിന് ശേഷം ദേഹത്തെ കത്തിച്ചാൽ ആത്മാവ് നേരിട്ട് മോക്ഷത്തിലെത്തുമെന്നാണ് വിശ്വാസം. ശിവൻ താനെ ഇവിടെ താരകമന്ത്രം ചെവിയിൽ പറഞ്ഞ് ആത്മാവിനെ ലയിപ്പിക്കുമെന്നാണ് കാശി ഖണ്ഡത്തിലെ വിശ്വാസം. മണികർണിക ഘട്ടിലെ ചിതാതി ഒരിക്കലും കെടുത്താറില്ല. ഇത് ആരാധനയുടെ തീ, ശിവാനുഗ്രഹത്തിന്റെ ചിഹ്നം എന്നും പറയപ്പെടുന്നു. ദിവസേന കണക്കറ്റ മൃതദേഹങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു. കാശിയുടെ ഹൃദയത്തിൽ ശാന്തിയും ശൂന്യതയും ഒന്നിച്ചു നിൽക്കുന്ന ഈ ഘട്ട് ഉണരുന്ന മനസ്സിലുള്ള ഒരു മായാജാലമാണ്. മണികർണിക അത്രമേൽ ഭയപ്പെടുത്തുന്നതായിരിക്കുമ്പോഴും ആ സ്ഥലം കാണുന്നവർക്ക് അത്രമേൽ ആഴമുള്ള ശാന്തിയും ലഭിക്കുന്നു. അവിടെ മരണം ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് ആത്മാവിന്റെ സംയമന പാതയുടെ തുടക്കമാണ്. ഇതുപോലുള്ള പൗരാണിക സ്ഥലങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.